തിരുവിഷൻ മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഒക്ടോബർ 17 സിറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ. ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 12 മുതൽ 16 വരെയും, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 54 വരെയും തിരുവചനങ്ങൾ. വിശേഷാറ്റും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ആത്മരക്ഷയ്ക്ക് ഉതകുന്ന ഒരു ജീവിതം നമ്മൾ നയിക്കണം. എന്താണ് അതിനാവശ്യമായിട്ടുള്ളത്? വിശ്വാസത്തിൽ അടിയുറച്ച ജീവിതം. ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുക, അവന്റെ വചനത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുക, ആ വചനത്തിനനുസരിച്ച് ജീവിക്കുക. യേശുവിനെ വിശ്വസിക്കുക എന്നതിന് അവന്റെ ആധിപത്യത്തിന് സമ്പൂർണ്ണമായി വിധേയപ്പെടുക എന്നർത്ഥമുണ്ട്. അപ്രകാരം ആധിപത്യം അവന്റേതാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോഴാണ് രക്ഷയുടെ സൗഭാഗ്യം അനുഭവിക്കാൻ പറ്റുക. സുവിശേഷത്തിൽ രാജസേവകന്റെ പുത്രനെ ക്രിസ്തു സുഖപ്പെടുത്തുന്ന സംഭവമുണ്ട്. രാജസേവകന്റെ പുത്രനെ ക്രിസ്തു സുഖപ്പെടുത്തുന്നതിന്റെ പിറകിൽ രാജസേവകന്റെ വിശ്വാസമുണ്ട്. എൻ്റെ മകൻ മരിക്കും മുമ്പ് വരണമേ എന്ന് പറഞ്ഞ് വിലപിക്കുകയാണ് ആ പിതാവ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ യേശു അവനോട് പറയും, നീ ധൈര്യമായിട്ട് പോയിക്കൊള്ളുക, നിന്റെ മകൻ സുഖം പ്രാപിക്കും. വളരെ വളരെ പ്രതീക്ഷയോടെ ക്രിസ്തു ഒരുപക്ഷെ വന്ന് സുഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയോടെ ആയിരിക്കാം രാജസേവകൻ അവിടെ വന്നിട്ടുണ്ടാവുക. അവനങ്ങനെ വന്ന് സുഖപ്പെടുത്താതെ നീ പൊയ്ക്കൊള്ളുക, നിന്റെ പുത്രൻ ജീവിക്കുമെന്ന് പറയുമ്പോൾ ധൈര്യത്തോടെ പോകാൻ കഴിയണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം പ്രവർത്തിച്ചു കഴിഞ്ഞ വചനമാണ് എന്ന ബോധ്യം രാജസേവകനുണ്ടായിരിക്കണം. അത്രത്തോളം ഉറപ്പുള്ളത് കൊണ്ടാണ്, അത്രത്തോളം ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു പോകുന്നത്. പോകും വഴിയിൽ ഭൃത്യന്മാർ വന്ന് പറയുന്നുണ്ട്, നിന്റെ മകൻ സുഖപ്പെട്ടു. അത് കൃത്യമായി നിന്റെ മകൻ സുഖം പ്രാപിക്കും എന്ന് പറഞ്ഞ ആ മണിക്കൂറിൽ തന്നെയാണെന്ന് അവർ മനസ്സിലാക്കി. അങ്ങനെ അവനും കുടുംബവും യേശുവിൽ വിശ്വസിച്ചു. യേശുവിലേറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അവൻ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നൊരു ബോധ്യത്തോടെ, നാളെ പ്രവർത്തിക്കുന്ന ബോധ്യത്തോടെ അല്ല. ഇപ്പം നമ്മൾ അങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്. കർത്താവ് ചോദിച്ചാൽ തരും, അതുകൊണ്ട് തരുമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പ്രതീക്ഷയിലാണ്, പ്രത്യാശയിലല്ല, ഉറപ്പിലല്ല. അവൻ എനിക്ക് ഇത് നൽകിയിട്ടുണ്ട്, അവൻ കുരിശിൽ മരിച്ചിട്ടുണ്ട്, അവൻ എനിക്ക് പകരമായി മാറിയിട്ടുണ്ട്, എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, എൻ്റെ രോഗങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഉടയവൻ അവനാണ്, അവൻ എനിക്ക് വേണ്ടി എല്ലാം നൽകിയിട്ടുണ്ട് എന്ന് ഹൃദയത്തിൽ ഉറപ്പിക്കാൻ പറ്റുന്നില്ല. നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കിട്ടുമായിരിക്കുമെന്നാണ്. ആ പ്രതീക്ഷയ്ക്കകത്ത് ഈ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ പങ്ക് കൊടുക്കുന്നുണ്ട്. ക്രിസ്തു ചെയ്യുന്നൊന്നല്ല നമ്മൾ പറയണേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ, അപ്പം ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈ സൗഖ്യം ഉണ്ടാകുന്നത് എന്നൊരു ധാരണ അതിനകത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയായിട്ട് വരില്ല, കാരണം നമ്മുടെ പ്രവൃത്തി അതിനകത്തുണ്ട്. സ്വാഭാവികമായി ചിന്തിക്കാവുന്ന കാര്യമാണ്. നമ്മൾ പറയണത്, ഞാൻ പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഈ പ്രാർത്ഥന ഇപ്പോൾ FB-ലൊക്കെ വരുന്ന മെസ്സേജുകളാണല്ലോ, ഇങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ഈ മെസ്സേജ് ഒന്ന് അയച്ചാൽ, ഇത് ഇത്ര പേർക്ക് അയച്ചാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. അപ്പോൾ അതിൽ സൗഖ്യം പ്രാപിക്കുന്നതിൻ്റെ കാരണമായിട്ട് നിൽക്കുന്നത് നിങ്ങൾ ചെയ്ത ഈ പ്രവൃത്തിയാണ്. സുവിശേഷം പറയുന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശ്വാസം മുഖേന മാത്രമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. യേശുവിൽ വിശ്വസിക്കുന്നു, അവൻ ചെയ്യുമെന്നല്ല വിശ്വസിക്കുന്നത്, അവൻ മുൻപേ എനിക്ക് വേണ്ടി ഇത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന പരമാർത്ഥത്തിൽ. അവൻ കുരിശിൽ മരിച്ചു, മുറിവേറ്റു, പീഡയേറ്റ് എന്നെ സുഖപ്പെടുത്തി, അവൻ വീടില്ലാത്തവനായി വന്ന് എനിക്ക് വീട് നൽകി, അവൻ എന്നെ സമ്പൂർണമായി വിമോചിപ്പിച്ചിട്ടുണ്ട് എന്ന ആ വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ, ഈ വിശ്വാസത്തിൻ്റെ പേരാണ് യഥാർത്ഥ വിശ്വാസം എന്നത്, അല്ലാതെ നാളെ കിട്ടുമെന്ന് വിചാരിക്കുന്നതല്ല. രാജസേവകൻ വിശ്വസിച്ചത് എൻ്റെ മകൻ ഈ സമയത്ത് സുഖപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഈ സമയത്ത് സുഖപ്പെട്ടിട്ടുണ്ട് എന്ന വിശ്വാസം ഫലപ്രാപ്തിയിലായതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. ഏറ്റവും പ്രിയപ്പെട്ടവരതുകൊണ്ട് വിശ്വാസത്തെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ധ്യാനം കൂടുമ്പോഴും വചനം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്. പിന്നെ എപ്പോഴാണ് വിശ്വാസം പോണേ? വീട്ടിലെത്തുമ്പോഴാണ്. ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിയുമ്പോൾ ഈ വിശ്വാസം പോകും. ശ്ലീഹ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മുമ്പിൽ മാത്രം ഇതാകാതെ നിങ്ങൾ ഹൃദയത്തിൽ ഈ വിശ്വാസം ഉറപ്പിക്കും. എപ്പോഴും ഈ വിശ്വാസം നിലനിൽക്കാൻ നോക്കുക. അങ്ങനെ എപ്പോഴും വിശ്വാസം നിലനിൽക്കാനായിട്ട് നമുക്ക് കഴിയണം. പരിശുദ്ധാത്മാവിൽ ഈ ഒരു ഉറപ്പ് നിരന്തരമായ ഹൃദയത്തിൽ പുലർത്താനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ പൂർവാധികം ഭക്തിയോടെ, വിശ്വാസത്തോടെ രക്ഷയ്ക്ക് വേണ്ടി വിറയലോടെ അധ്വാനിക്കണം, വിശ്വാസത്തെ ഉറയ്ക്കാൻ വേണ്ടി. അപ്പോൾ വിശ്വാസം കിട്ടണില്ലെങ്കിൽ വിശ്വാസക്കുറവിനോർത്ത് അനുദപിച്ചുകൊണ്ട് വിറയലോടെ ദൈവസന്നിധിയിലാണെന്ന ബോധ്യത്തോടെ നിരന്തരം അധ്വാനിക്കാൻ പറ്റും. അധ്വാനം എന്ന് വെച്ചാൽ വിശ്വസിക്കാനുള്ള പ്രവൃത്തിയെക്കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, നിങ്ങളെങ്ങനെ പ്രചോദിപ്പിക്കുന്നത് ആരാണ്? ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് ആരാണ്? ഈ പ്രചോദനം പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ആ പ്രചോദനത്തിന് അനുസൃതമായി ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് കഴിയണമെന്ന് വചനം ഓർമ്മിപ്പിക്കുകയാണ്.
ഇനി അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായാൽ, ഇങ്ങനൊരു വിശ്വാസം ഉണ്ടായി, ആ വിശ്വാസം എങ്ങനെയാണ് പ്രവർത്തനക്ഷമമാവുക, എങ്ങനെയാണ് അനുഭവപ്പെടുക? ആ വിശ്വാസം അനുഭവപ്പെടുന്നത് എല്ലാ കാര്യങ്ങളും മുറുമുറുക്കും തർക്കവും കൂടാതെ ചെയ്യും. നമ്മൾ ജീവിതത്തിൽ എപ്പോഴും മുറുമുറുപ്പും തർക്കമുള്ളവരാണ്. എന്ത് പറഞ്ഞാലും അങ്ങനെ. ഇപ്പോൾ ജോലി കിട്ടിയാൽ നമ്മളെന്ത് പറയും? എന്തൊരു മുടിഞ്ഞ ജോലിയാണെന്ന് പറഞ്ഞു. ജോലിയില്ലെങ്കിലോ കഷ്ടം, ഒരു ജോലിയില്ലെന്ന് പറഞ്ഞു. നമ്മൾ മുറുമുറുപ്പോടെ എല്ലാം ചെയ്യുന്നത്. ജീവിതം അധ്വാനമുള്ളതാണ്, കഷ്ടപ്പാടുള്ളതാണ്, വേദനകളുള്ളതാണ്, അസ്വസ്ഥതകളുള്ളതാണ്. അതിനെ സ്വീകരിച്ചുകൊണ്ട് മുറുമുറുപ്പും തർക്കവും കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റണം. അങ്ങനെ നിർദോഷരും വഴിപിഴച്ചവരുമായ തലമുറയിൽ കുറ്റമറ്റ ദൈവമക്കളായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് സന്തോഷത്തോടെ തന്നിട്ടുള്ള ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കാൻ, ക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് അവൻ എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തിട്ടുണ്ടെന്ന ബോധ്യത്തോടെ, വിശ്വാസത്തോടെ ആനുകാലിക ലോക ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയണം. പ്രകാശമായി മാറാൻ നമുക്ക് കഴിയണം. അതിനായി ജീവന്റെ വചനമായ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നൊരു ജീവിതം നയിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.